പുതിയ മാർപ്പാപ്പയെക്കുറിച്ചുള്ള ചർച്ചകൾ കൊണ്ട് ക്രൈസ്തവ ലോകം നിറഞ്ഞിരിക്കുകയാണ്. വലിയ ആവേശത്തോടെയാണ് ലോകമെമ്പാടുമുള്ള കത്തോലിക്കർ പുതിയ മാർപ്പാപ്പയുടെ നിയമനത്തെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതികരണങ്ങളിൽ മുഴുവൻ പ്രതീക്ഷയും പ്രത്യാശയും നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി പുതിയ മാർപ്പാപ്പയുടെ പ്രവർത്തന രീതികളെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചും ഗൂഗിൾ ചെയ്താൽ നമുക്ക് ആദ്യമായി കിട്ടുന്നത് കൺസർവേറ്റീവ് ആൻഡ് പ്രോഗ്രസീവ് എന്നാണ്. പാരമ്പര്യങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളോടും വിശ്വസ്തത പുലർത്തുന്നതോടൊപ്പം പ്രോഗ്രസീവ് എന്ന വാക്കാണ്, ലിബറൽ എന്ന വാക്കല്ല. നമുക്കറിയാം, പ്രത്യേകിച്ച് ക്രൈസ്തവ ലോകത്തെ, വളരെ പ്രത്യേകിച്ച് യൂറോപ്പിനെ നശിപ്പിച്ചത്, ക്രൈസ്തവ യൂറോപ്പിനെ ഇത്തരത്തിൽ ആക്കിത്തീർത്തത്, ഇംഗ്ലണ്ടിൻ്റെ തെരുവിനെ ഈ രീതിയിലാക്കി തീർത്തത്, ഫ്രാൻസിൻ്റെ തെരുവിനെ ഈ രീതിയിലാക്കി തീർത്തത് എന്തുമേതും ശരിയാണെന്ന് പറയുന്ന നേതൃത്വങ്ങളാണ് ക്രൈസ്തവ യൂറോപ്പിനെ ഇത്തരം ഒരു അപകടത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. പുറമേ നിന്നുള്ളതല്ല, മറിച്ച് പാരമ്പര്യങ്ങളോടും പ്രമാണങ്ങളോടും നിയമങ്ങളോടും ക്രൈസ്തവ നിയമങ്ങളോടും ഒന്നും വിശ്വസ്തത പുലർത്താതെ എല്ലാം ശരിയാണെന്ന് പറയുന്ന, അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂട്ടുകാരനായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ലിബറേഷൻ തിയോളജി നടപ്പിലാക്കുകയും പ്രസംഗിക്കുകയും ചെയ്തവരാണ് ക്രൈസ്തവരെ ഈ അപകടത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഒരു കുടുംബമായിക്കൊള്ളട്ടെ, ഒരു രാഷ്ട്രമായിക്കൊള്ളട്ടെ, സഭയായിക്കൊള്ളട്ടെ, കെട്ടുകളില്ലാതെ തുറന്നു വിട്ടാൽ അത് നിൽക്കുകയില്ല എന്നുള്ളതാണ്. അത് 2000 വർഷത്തെ ചരിത്രം നോക്കിയാൽ നമുക്കറിയാം. കർത്താവ് ചുങ്കക്കാരുടെ കൂടെയും പാപികളുടെ കൂടെയും നടന്നത് അവരുടെ കൂടെ രസിക്കാൻ വേണ്ടിയല്ല എന്ന് നമുക്ക് കൃത്യമായി അറിയാം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് കർത്താവ് പറയുന്ന കാര്യമുണ്ട്, മകളെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പക്ഷേ മേലിൽ പാപം ചെയ്യരുത്. ക്രൈസ്തവ ദേവാലയങ്ങളിലും ക്രൈസ്തവ ഇടങ്ങളിലും ഏതവസ്ഥയിലുള്ളവർക്കും സ്വാഗതമുണ്ട്. പക്ഷെ അവർ ആ അവസ്ഥയിൽ തുടരുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ആ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ അവരെ ധരിപ്പിക്കുവാൻ വേണ്ടിയാകണം ചുങ്കക്കാരുടെയും പാപികളോടും കർത്താവ് ഇടപെട്ടതുപോലെ സഭ ഇടപെടേണ്ടത്, സഭ നേതൃത്വം ഇടപെടേണ്ടത്. എല്ലാം ശരിയാണെന്ന് പഠിപ്പിക്കാനല്ല എന്നുള്ളതാണ്. അന്ധനായ, ജന്മനാ അന്ധനായവന് കർത്താവ് കാഴ്ച കൊടുക്കുന്നുണ്ട്. ആ കാഴ്ച കൊടുത്തതിന് ശേഷം ദേവാലയത്തിൽ വെച്ച് ആ കാഴ്ച ലഭിച്ച മനുഷ്യനെ കണ്ടപ്പോൾ കർത്താവ് പറയുന്നതായി തിരുവചനം നമ്മുടെ മുമ്പിൽ വെക്കുന്നത് ഇങ്ങനെയല്ലേ, കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. എത്ര കൃത്യമാണ് കർത്താവിൻ്റെ പ്രതികരണങ്ങൾ. വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്ന് കർത്താവ് വിളിക്കാൻ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. ദേവാലയത്തിൽ പരിശുദ്ധമായ ദൈവം വസിക്കുന്ന ഹൃദയം, ദൈവം വസിക്കുന്ന ദേവാലയം, അവിടെ കച്ചവടം കാണപ്പെട്ടാൽ, എൻ്റെ ഹൃദയത്തിലായിക്കൊള്ളട്ടെ, ഞാൻ വസിക്കുന്ന എൻ്റെ ഇടവക ദേവാലയത്തിലായിക്കൊള്ളട്ടെ, അവിടെ കച്ചവടം കാണപ്പെട്ടാൽ കർത്താവ് വരുന്നെങ്കിൽ കർത്താവ് ചാട്ടവാറെടുക്കുമെന്ന് തിരുവചനം നമ്മോട് പറയുന്നുണ്ട്. അകാരണമായി തന്നെ അടിച്ച സേവകനോട് ചോദിക്കുന്നുണ്ട്, കാരണം കൂടാതെ നീ എന്തിനെന്നെ അടിച്ചു എന്ന് ചോദിക്കുകയാണ്. തൻ്റെ ഭരണാധികാരി തെറ്റ് ചെയ്തപ്പോൾ ആ കുറുക്കനോട് പറഞ്ഞേരെ, ഇന്നും നാളെയും മറ്റന്നാളും ഞാനിവിടെ സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷവുമായി ഉണ്ടാകുമെന്ന് പറയുകയാണ്. അല്ലാതെ കർത്താവ് ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ നടന്നത് അവരും ശരിയാണ് ഇവരും ശരിയാണെന്ന് പറയുവാനല്ല. കാരണം നമുക്കറിയാം, ഇന്ന് കൂടിത്താമസം ശരിയാണെന്ന് പറയുന്നു, സുവർഗ വിവാഹങ്ങൾ ശരിയാണെന്ന് പറയുന്നു, എന്തുമേതും ശരിയാകുമെന്ന് പറയുന്നൊരവസ്ഥ. അങ്ങനെ എന്തുമേതും ശരിയായിരുന്നെങ്കിൽ അപ്പസ്തോലന്മാർക്ക് രക്തസാക്ഷികളാകേണ്ടി വരികയില്ലായിരുന്നു. എന്തുമേതും ശരിയായിരുന്നുവെങ്കിൽ ക്രിസ്തുവിന് കുരിശുമരണത്തിൻ്റെ ആവശ്യമുണ്ടാവുകയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ കാൽപ്പാടുകളെ പിൻചൊല്ലുന്ന അപ്പസ്തോലന്മാരുടെ രക്തസാക്ഷികളുടെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചൂടും ചൂരുമുള്ള ഒരു പുത്തൻ ക്രൈസ്തവ ലോകത്തെ വാർത്തെടുക്കുവാനും നഷ്ടപ്പെട്ടു പോയ ചൂടും ചൂരും വീണ്ടെടുക്കുവാനും സാധിക്കുന്ന ക്രൈസ്തവ നേതാക്കൾ ലോകമെമ്പാടുമുണ്ടാകട്ടെ. ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് പുത്തനുണർവിന് ഇത് കാരണമാകട്ടെ എന്നും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.